ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവർ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണം, അവർക്ക് നിങ്ങളിൽ അട്രാക്റ്റ് ആയി തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് അവരുടെ ഒരു എനർജി ലെവൽ നിങ്ങളോട് എങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, ക്ലോസ് അതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത്, ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഡീപ്പ് ആയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നിങ്ങളുടെ ആ ഒരു പേഴ്സണെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് കണ്ടുമുട്ടിയ ആ ഒരു ദിനങ്ങൾ, ആദ്യകാലങ്ങളിലെ ദിനങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതെല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അവർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങൾ ഓർക്കുക. അങ്ങനെ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡോടുകൂടി തന്നെ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് റെസനേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വി ആർ ദ വേൾഡ് എന്നൊരു കാർഡാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. ദ ഫൂൾ, moment to moment, sharing, celebration, traveling, turning in. Rebirth, fighting, guidance, postponement, harmony, inner voice, playfulness. Okay,
ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ബ്രേക്ക് ത്രൂ ആണ്. നമുക്ക് കുറച്ച് ഒറാക്കിൾ കാർഡ് കൂടെ നോക്കാം. ഹോട്ട് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എനർജി, സെൽഫ് കെയർ, റിഫ്ലക്റ്റിംഗ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സോൾ സെർച്ചിങ് ആണ്. ഡെസ്റ്റിനി, reunion, suffering, nostalgia. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫാമിലി ആണ്, ഫൗണ്ടേഷൻ ആണ്. നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് വി ആർ ദ വേൾഡ് എന്നാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത് അവർക്ക് തോന്നിയത് നിങ്ങൾ അവരുടെ ലോകം തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. എല്ലാവരുടെയും മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടാകും, ഇങ്ങനെയുള്ളൊരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വന്നിരുന്നു എങ്കിൽ അത് വളരെ മനോഹരമാക്കിയേനെ നമ്മുടെ ജീവിതത്തെന്ന്. അപ്പൊ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അങ്ങനെയായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതും ആകട്ടെ, നിങ്ങളിപ്പോ എക്സ്ട്രാ മെറിറ്റൽ ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ കണ്ട സമയത്ത് ഇവരുടെ മനസ്സിലേക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ ഒരേ ലോകമാണ്, നമ്മൾ ഒരേ ലോകത്തിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആ ഒരു ചിന്തയായിരുന്നു ഇവരുടെ മൈൻഡിലേക്ക് ആദ്യമേ തന്നെ വന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ വളരെയധികം കാണാനൊക്കെ വളരെയധികം സൗന്ദര്യമുള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, ആ ഒരു സൗന്ദര്യമായിരിക്കാം ഇവരെ ആദ്യം അട്രാക്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ആ സൗന്ദര്യത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു പെരുമാറ്റ രീതികളും അതെല്ലാം തന്നെ ഇവരെ വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ ജീവിതത്തിൽ ഒരുപാട് വേദനകളിലൂടെ കടന്നു വന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ ഒത്തിരി വേദനകളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കണ്ടതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ വലിയൊരു നനവ് വന്നിട്ടുണ്ട്, ഒരു തണുപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു തന്നെ വന്ന വ്യക്തികളാണ് ഇവര്. സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ്, സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് ഇവർ എത്തിയത്. മൊമെന്റ് ടു മൊമെന്റ് ആ വന്നിരിക്കുന്നത്. ഓരോ നിമിഷത്തിലും ഇവർ നിങ്ങളുടെ ഒരു ഓർമ്മകളിലാണ് മുന്നോട്ടേക്ക് പോയത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആദ്യകാലങ്ങളിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ എല്ലാവിധ സമയവും സന്തോഷവും എല്ലാം നിങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. അവർ നിങ്ങൾക്ക് ഒരുപാട് സമയം തരുമായിരുന്നു. നിങ്ങളുടേതായ ഒരു ലോകത്ത്, അല്ലെങ്കിൽ നിങ്ങളും എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു ആഗ്രഹം തന്നെയായിരുന്നു ഈ ഒരു വ്യക്തിക്ക്. അപ്പൊ ഓരോ സെക്കൻഡിലും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ടേക്ക് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് മുന്നോട്ടേക്ക് വന്ന വ്യക്തികളാണ്. നിങ്ങൾക്കിടയിൽ ഒരു ഒളിയോ മറയോ ഒരു കാര്യങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നാ കാണിക്കുന്നത്. അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ഒപ്പം മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്. കാരണം ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തന്നെ ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു നിങ്ങളുടേത്. അപ്പൊ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ നിങ്ങളുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലേക്ക് സന്തോഷത്തോടുകൂടി നിങ്ങൾ ഒരു സെലിബ്രേഷൻ പോലെ വളരെയധികം ആഘോഷപൂർവ്വം മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ട്രാവലിംഗ് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടും കൂടെ കാണുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ഒത്തിരി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. മേ ബി നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കാം. ഇവരുടെ കൂടെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫാന്റസി എന്ന് പറയുന്നത് ഒരേപോലെയാണ്. ഒരുപാട് ഫാന്റസി ആയിട്ടുള്ള ഡ്രീംസ് എല്ലാം ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കും മേ ബി അങ്ങനെ തന്നെ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളിലേക്ക് ഇവർ പെട്ടെന്ന് അട്രാക്റ്റീവ് ആയത്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ലൈഫിൽ ഓരോരോ സ്ട്രഗിളിങ്ങിലൂടെ മുന്നോട്ട് വന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഡിവൈൻ ആയിട്ട് തന്നെയാണ് നിങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്തിരിക്കുന്നത്.
അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ വളരെയധികം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയവരാണ്. ഈ ഒരു വ്യക്തി നിങ്ങളെ കണ്ട നിമിഷത്തിൽ ഇവരുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഇവർ കണ്ടിരുന്നത്. എല്ലാം തന്നെ നിങ്ങളിലേക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ഇവര്. ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഇവർ ഉപേക്ഷിക്കാൻ തയ്യാറായത് നിങ്ങളെ കണ്ടതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ വേദനകളും നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് ഇവർ ഷെയർ ചെയ്യുമായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അത്രത്തോളം നിങ്ങളുമായിട്ടൊരു വലിയ ഡീപ്പ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ട് നിങ്ങളെ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അവർക്കൊരു റീബർത്ത് ആയിരുന്നു എന്നാണ് കാണിക്കുന്നത്. അവരുടെ ലൈഫിലെ ഒരു പുതിയൊരു ജന്മത്തിന്റെ തുടക്കമായിരുന്നു അത്. കാരണം ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ വന്നതായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇവർക്ക് ഒരുപാട് റിലീഫ് നൽകിയിട്ടുണ്ട്. ഇവരുടെ എല്ലാവിധ വിഷമങ്ങളും വേദനകളും എല്ലാം തന്നെ നിങ്ങളായിട്ടാണ് ഇവരിൽ നിന്ന് തുടച്ചു മാറ്റിയത്. അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രത്തോളം സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു തിരിച്ചറിവും കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി വന്നതും. കാരണം അവർക്ക് ആ ഒരു ആദ്യത്തെ നിമിഷം നിങ്ങളെ കണ്ടപ്പോൾ തന്നെ വി ആർ ദ വേൾഡ് എന്ന് തോന്നാനുള്ള കാരണം അതാണ്. ആ നിമിഷം കണ്ടപ്പോൾ എന്ന് പറയുമ്പോഴേക്കും കണ്ട് നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു സമയത്ത് ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവർക്ക് നിങ്ങളുടെ ഒരു ക്യാരക്ടർ, ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. പെട്ടെന്ന് ഇവർ ക്യാരക്ടർ അട്രാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇവർക്ക് ഒരാളെ മനസ്സിലാക്കാനായിട്ട് പ്രത്യേകമായ ഒരു കഴിവാണുള്ളത്. അപ്പൊ നിങ്ങളെ പൂർണ്ണമായിട്ട് ഈ ഒരു വ്യക്തി നന്നായിട്ട് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം നിങ്ങളെ പഠിച്ചതിന് ശേഷം തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തികൾ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ മുന്നോട്ടേക്ക് പോയുള്ള ആ ഒരു യാത്രയിൽ നിങ്ങൾക്കിടയിൽ പല കാര്യങ്ങളിൽ ഫൈറ്റിംഗ് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളേക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നുണ്ടെങ്കിൽ, പക്ഷെ മുന്നോട്ടേക്ക് പോകവേ ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് പല കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്തർക്കവും വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇപ്പോഴും കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫൈറ്റിംഗിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ എന്തൊക്കെയോ രീതിയിലുള്ള വിള്ളലുകൾ വീണ് നിൽക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, ആ ഒരു മെസ്സേജ് ആണ് നമുക്ക് ഇതിലൂടെ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഗൈഡൻസ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇപ്പൊ അകന്ന് നിൽക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്കിടയിൽ ഈ ഒരു വഴക്കും പ്രശ്നങ്ങളും വന്ന സമയത്ത് നിങ്ങളുടെ ഓരോരോ ആഗ്രഹങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ആദ്യത്തെ പോലെ തന്നെയായിരിക്കും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നത്, മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പുറകെ ഒരുപാട് നടന്നിട്ടായിരിക്കും നിങ്ങൾ ഒരു യെസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ യെസ് പറഞ്ഞിട്ട് ഇവരായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളെ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഇവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവരുടെ ക്യാരക്ടറിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഒരു വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് വഴക്കൊക്കെ ആയി. അതിന് പല പല റീസൺസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നീട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾ എന്ത് പറഞ്ഞാലും പിന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുക. ഇപ്പൊ നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്ത സമയത്തെ പോലെ ആയിരിക്കില്ല ഇപ്പോൾ. ലവേഴ്സ് ആണെങ്കിലും എനി റിലേഷൻ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിട്ട് ഈ ഒരു പേഴ്സൺ പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു അകൽച്ച നിങ്ങൾക്കിടയിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ നിങ്ങളാണ് ഈ ഒരു പേഴ്സന്റെ മുന്നോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും, നല്ല നല്ല കാര്യങ്ങൾ, നല്ലൊരു വഴികാട്ടി, ഗൈഡൻസ്. ഓക്കെ, നിങ്ങളൊരു നല്ല വഴികാട്ടി കൂടിയായിരുന്നു ഇവർക്ക്. നിങ്ങളായിരുന്നു ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തായിരുന്നു എല്ലാം തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതും. എന്നാൽ ഇപ്പൊ കുറച്ചായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലൊക്കെ തന്നെ ഒരു മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. മേ ബി ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഇപ്പൊ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ മനസ്സ് കൊണ്ടിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് കുറച്ച് അകൽച്ചയിലായിരിക്കാം നിൽക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു റിലേഷന്റെ കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും ഒരു ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു ജഗളിംഗ് സ്റ്റേജിലാണ് നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ പെട്ടെന്നുള്ള ഒരു ക്യാരക്ടർ ചേഞ്ച്. കുറച്ച് നാളുകളായിട്ട്, പെട്ടെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ഇവരുടെ ക്യാരക്ടറിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വേരിയേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് വഴക്കുകൾ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു വഴക്കിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്
നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന, മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ചുറ്റിനും നടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ പോകുന്ന ഒരു അവസ്ഥ. ഓക്കെ. അങ്ങനെ ഒരു തിരിച്ചറിവില്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രശ്നങ്ങളിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോയപ്പോൾ നിങ്ങളുമായിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ചെറിയ രീതിയിൽ അവരുടെ ഒരു ഇന്നർ സോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്നർ വോയിസ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് അത്രത്തോളം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടും ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ക്യാരക്ടറിലുള്ള ചേഞ്ചസ് കാരണം നിങ്ങളും ചിലപ്പോൾ ഒന്ന് പുറകോട്ട് വലിഞ്ഞിട്ടുണ്ടായിരിക്കാം. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇനിയും ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്ന ഒരു ചിന്ത കൊണ്ടിട്ട് നിങ്ങളും ബാക്കിലേക്ക് ഒന്ന് വലിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു മാറ്റം, കാരണം ഇവർ അത്രത്തോളം ആഗ്രഹിച്ചാണ് നിങ്ങളിലേക്ക് വന്നത്. ഇവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ വളരെയധികം ആർമാദിച്ച് നടന്നിരുന്ന വ്യക്തികളാണ്. ഇവരുടെ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഇവർ ബാക്കിലേക്ക് വലിഞ്ഞപ്പോൾ നിങ്ങളും കുറച്ച് ബാക്കിലേക്ക് വലിഞ്ഞു. അപ്പൊ രണ്ട് വ്യക്തികൾ ഇങ്ങനെ വലിഞ്ഞപ്പോൾ ഈ ഒരു പേഴ്സണ് പേടിയായി. കാരണം ഇവർ ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഒരു കാരണവശാലും ഈ ഒരു പേഴ്സൺ ലൈഫിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തികളല്ല. അവർക്ക് നിങ്ങളെ എന്തായാലും വേണം. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ഐക്യത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. സന്തോഷത്തോടു കൂടി ഒരു ഐക്യത്തോടു കൂടി ഒന്നിച്ചു ചേർന്ന് തന്നെ മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഭംഗി, ഒരു സമൃദ്ധിയും സന്തോഷവും ഒന്നിച്ച് ആനന്ദിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അതൊരു ഗൈഡൻസിന്റെ ഒരു നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് കൂടെയാണ്. അപ്പൊ ഇവരെന്തായാലും ഈ ഒരു സമയത്ത് അവരുടെ ഇന്നർ വോയിസ് പറയുന്നത് അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് നാള് ഇവർ നിങ്ങളുടെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷത്തോടെ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ കുറച്ച് നാള് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരു കളിപ്പാട്ടം പോലെ ഇട്ട് തട്ടുന്ന രീതിയായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങളും ഒന്ന് പതുക്കെ പിൻവലിഞ്ഞത്. അങ്ങനത്തെ ഒരു ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഒരു ചെറിയ ഗ്യാപ്പ് വന്നതിന്റെ റീസൺ എന്താണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. മേ ബി പല വ്യക്തികൾക്കും ചിലപ്പോൾ അതിൻ്റെതായ റീസൺസ് ഉണ്ടായിരിക്കാം നമുക്ക്. അപ്പൊ അപ്പോഴൊന്നും ഇവർ കറക്റ്റ് ആയിട്ടൊരു ഉത്തരം നിങ്ങളുടെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു അകൽച്ച ഇവർക്ക് എന്തായാലും മാനസികമായിട്ട് ഇവരെ ഒരുപാട് വേദനിപ്പിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇവർ ഇപ്പൊ എന്തായാലും ഇവരുടെ ഒരു മനസ്സ് പറയുന്ന അനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്കൊരു കുറ്റബോധമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ ബ്രേക്ക് ത്രൂ ആണ് ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. ആ ഒരു ഫൈറ്റിങ്ങിലൂടെ നിങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇത്രത്തോളം നിങ്ങളൊന്ന് അകന്നു പോയി നിന്ന സമയമാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലും ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ അവർ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കറുത്ത മറയെ അല്ലെങ്കിൽ ആ ഒരു കറുത്ത മതിൽക്കെട്ടിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണം. കാരണം ഒരു കാരണവശാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുകളയാൻ തയ്യാറല്ല. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുമായി ഈ ഒരു പേഴ്സണുമായിട്ട് വളരെയധികം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ള വ്യക്തികളാണ്. ഓക്കെ, അവർക്കൊരു പാഷൻ, ഒരു ലസ്റ്റ് നിങ്ങളുടെ അടുത്ത് വളരെയധികം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഹോട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇവർ കുറച്ചധികം ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. അപ്പൊ ഈ ഒരു പേഴ്സണ് ഇവർക്ക് എന്തെങ്കിലും നിങ്ങൾ തിരിച്ചു പറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഒരു ക്ഷമാശീലം ഒന്നും ഉണ്ടായിരിക്കില്ല. ക്ഷമയൊക്കെ വളരെ കുറവായ ഒരു വ്യക്തികളായിരിക്കാം. ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അതനുസരിച്ച് നല്ല ഗൈഡൻസോട് കൂടി തന്നെയാണ് ഈ ഒരു വ്യക്തിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു രീതിയിലുള്ള പ്രവൃത്തി ഈ ഒരു വ്യക്തി ചെയ്തതായിട്ടാണ് കാണുന്നത്. ആ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാവുന്ന ഒരു കാര്യമായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പോൾ പക്ഷേ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാനായിട്ടുള്ള ഒരു മനസ്സ് ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരായിട്ട് തന്നെ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ ടവർ ആണ് വന്നിരിക്കുന്നത്. ആ ഒരു മറയെ അല്ലെങ്കിൽ ആ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം. ഒരു ഐക്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണം എന്ന് ഇവർ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ വെരി ലോ എനർജിയിലാണ് ഇവർ നിൽക്കുന്നത്. ഇവർക്ക് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാനൊന്നും ഇപ്പൊ പറ്റുന്നില്ല. ഇവർക്കൊരു തീരുമാനം എടുക്കാനൊന്നും പറ്റുന്നില്ല. അവരുടെ സെൽഫ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ഒരു പേഴ്സൺ ഇപ്പൊ സാധ്യമാകുന്നില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു ആബ്സെൻസ് ഇവർക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു വലിയ സോൾ കണക്ഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സോൾമേറ്റ് എനർജിയാണ്. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട്
ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. നിങ്ങളുടേതെന്ന് പറയുന്ന ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഈ ഒരു മാറി നിൽക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സന്റെ എനർജി ലെവൽ ലോ ആകുന്നത്. കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാം പങ്കിട്ട് മുന്നിട്ട് വന്ന വ്യക്തികളാണെങ്കിൽ ഇവരുടെ ഒരു വലിയ പ്രശ്നം ഇവർ ലൈഫിൽ ഏറ്റെടുത്ത് വെച്ചതിന്റെ ഭാഗമായിട്ട്, അതായത് നിങ്ങളുടെ അടുത്ത് ചെയ്ത ഒരു ചീറ്റിംഗ് ആയിരിക്കാം, ആ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഇവരിൽ നിന്ന് കുറച്ച് അകന്നു പോയപ്പോൾ ഇവർക്ക് അത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. അങ്ങനെ വന്നപ്പോഴേക്കും ഇവരുടെ ഉള്ളിൽ ആ ഒരു എനർജി വളരെ ലോ ആയിട്ടുണ്ട്. അവർക്ക് അതിനെ റീചാർജ് ചെയ്തേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വേണം. ഇപ്പൊ അവരെ സ്വയം ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരു മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ടേക്ക് പോകുന്നു. അവർക്കൊരു ക്ലെൻസിങ് വേണം. എന്നാൽ ആ ഒരു ക്ലെൻസിങ്ങിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്, അതിന്റെ ഒരു കീ എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണെന്ന് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അവരിപ്പോ തീർത്തും ലൈഫിൽ ഒറ്റക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഇവർ ചെയ്ത ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു അകൽച്ചയിലാണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങളുടെ മനസ്സിന് അത്രത്തോളം വേദന ഏറ്റത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ അടുത്ത് ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് ഇവരുടെ ഒരു മാറ്റം, അല്ലെങ്കിൽ ഇവരുടെ ഒരു തിരിച്ചുവരവ്, ഒരു റീയൂണിയൻ നിങ്ങൾക്കിടയിൽ സംഭവിക്കണം എന്നുള്ളത്. ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഒന്നിച്ച് നിൽക്കുകയാണ് എങ്കിൽ പോലും ഒന്നിച്ചല്ലാത്ത അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ എനർജി ലെവൽ ലോ ആയതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഷാഡോ വർക്കാണ്, റിഫ്ലക്റ്റിംഗ് ആണ്. അവരൊരു സോൾ സെർച്ചിങ്ങിലായിരുന്നു അവരുടെ ലൈഫിൽ. അങ്ങനെ ഒരു സോൾ സെർച്ചിങ് പർപ്പസിലൂടെ, ആ ഒരു പാതയിലൂടെ അവർ മുന്നോട്ടേക്ക് പോയ ടൈമിലാണ് അവർ നിങ്ങളെ കണ്ടുമുട്ടിയിരിക്കുന്നത്. അത് അവരുടെ ലൈഫിനെ സംബന്ധിച്ചിട്ട് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ ഇതൊക്കെ എന്തിനായിരുന്നു എന്നൊരു ചിന്ത ഇപ്പൊ അവർക്കുണ്ട്. എന്തിനായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങൾ എന്തിനായിരുന്നു? ഇപ്പൊ അവർ തീർച്ച ഒരു ഹെർമിറ്റ് എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു സന്യാസമായിട്ടുള്ള ഒരു എനർജിയാണ് അവരിൽ. പൂർണ്ണമായിട്ടും ഏകാന്തമായി ഒറ്റക്ക് നിന്നുകൊണ്ട് ഒരു സത്യാന്വേഷണ പാതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. സ്വന്തം തെറ്റുകളെല്ലാം റിയലൈസ് ചെയ്തിട്ട് അവരുടെ ഉള്ളിൽ ഒരു വലിയ പശ്ചാത്താപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിപ്പോ. അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരു പശ്ചാത്താപം, മാനസാന്തരം ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് ചെയ്തത് വലിയൊരു തെറ്റായി പോയി. അവരായിട്ട് തന്നെയാണല്ലോ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ടും ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്കിപ്പോൾ അത് താങ്ങാൻ പറ്റുന്നില്ല. കാരണം അവർക്കിപ്പോൾ ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ടോ, അവരുടെ ലൈഫിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടോ, അവരെ പൂർണ്ണമായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടോ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ടോ അവർക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് പോലെ ആരും അവരുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ അവരിപ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻസ് അവരെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു physical ആയിട്ടൊരു attraction ഉം അതിനേക്കാൾ ഉപരി ഒരു മാനസികമായിട്ടുള്ള അടുപ്പവും ഇപ്പൊ വളരെയധികം തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർ ഇനി ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്നും അവോയ്ഡ് ചെയ്യാൻ അവർ തയ്യാറല്ല. എത്രയും വേഗം അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളാണ്. അവരുടെ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് അവർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ കൂടിയേ തീരൂ. അത് ഫേറ്റ് ആണ്, വിധിയാണ്. ഇത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമായിട്ട് അവർക്ക് തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. അവരുടെ ഒരു ലൈഫ് പാത്ത്, ഫൈൻഡിങ് ലൈഫ് പാത്ത് ആണ്. അവരുടെ ഒരു ലൈഫ് പാത്ത് അവർ കണ്ടെത്തിയത് നിങ്ങളിലേക്ക് എത്തിയതിന് ശേഷമാണ്. എല്ലാ വ്യക്തികൾക്കും ഒരു ഡെസ്റ്റിനി ഉണ്ട്. പക്ഷെ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പുള്ള വഴികളെല്ലാം വളരെയധികം ദുർഘടം നിറഞ്ഞതായിരിക്കും. അപ്പൊ നിങ്ങൾക്കിടയിൽ സംഭവിച്ച ഒരു കാർമിക് ചാലഞ്ചസ് ആണ്. നിങ്ങൾക്കിടയിൽ ഈ ഒരു സമയത്ത് സംഭവിക്കേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു വിള്ളലുകൾ കൂടുതൽ നിങ്ങളെ അടുപ്പിക്കാനുണ്ടായ ഒരു കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കിടയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് റീയൂണിയൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. പാസ്റ്റ് റിട്ടേൺസ്, നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞു പോയ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് റിട്ടേൺ വരികയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അവരതിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ, പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ രണ്ട് വ്യക്തികളും ഒരുപാട് സഫർ ചെയ്ത വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലൈഫിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും കുറച്ചൊന്നുമല്ല വളരെയധികം സഫർ ചെയ്ത വ്യക്തികളായിട്ടാണ് കാണുന്നത്.
നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് നഷ്ടങ്ങളും സംഭവിച്ച വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. okay. അപ്പൊ അത്രത്തോളം നിങ്ങൾ ഒരു suffer ചെയ്തിട്ട് ഇതിൽ എത്തി നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ നിങ്ങൾ തകർന്നു പോയത് സ്വാഭാവികമാണ്. okay. അപ്പൊ നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ മനസ്സിൽ ഏറ്റ ആ ഒരു മുറിവാണ് നിങ്ങളെ ഈ ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബാക്കിലേക്ക് മാറ്റി നിർത്തിയത്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ആണ് ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികൾ. നമുക്ക് അങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള അത്രത്തോളം ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാനായിട്ടുള്ള ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെ. അപ്പൊ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഓവറോൾ ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളിൽ പെട്ടിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി, ഒരു തിങ്കിങ്, തോട്ട്സ് എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിച്ചു നിൽക്കുന്നു. അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയ ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തോന്നിയ ആ ഒരു അട്രാക്ഷൻ, അത് അവരുടെ മൈൻഡിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്നെന്നും അവർക്കൊരു മനസ്സിന് കുളിർമയും അവരുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള അവരുടെ ഒരു ഓരോരോ മൊമെന്റ്സിലും അവരെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങളുടെ ഒരു പ്രസൻസ് തന്നെയാണ്. മേ ബി നിങ്ങൾ അത്രത്തോളം ഡിവൈനിൽ നിന്ന് ഒരു അനുഗ്രഹം കിട്ടിയ വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഇത്രത്തോളം അട്രാക്റ്റ് ആയതും. നിങ്ങൾക്കും നിങ്ങളുടേതായ പോരായ്മകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് വളരെ വാല്യബിൾ ആണ്. എന്നിട്ടും അവർ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അത് താങ്ങാനായിട്ട് പറ്റാതിരുന്നത്. നമുക്കിവിടെ വന്നിരിക്കുന്നത് മെമ്മറീസ് ആണ്, നൊസ്റ്റാൾജി ആണ്. നമ്മളിവിടെ നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് വന്നില്ല, ആ ഒരു പേഴ്സന്റെ എനർജിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുടെ എനർജിയെ ഓർത്തുകൊണ്ട് വിഷമിക്കുന്നു. അവർക്ക് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ. നമുക്ക് again ആ ഒരു കാർഡാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികൾ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോവുക എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർക്കത് പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ, നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ്, കാര്യങ്ങൾ എല്ലാം തന്നെ അവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. വളരെയധികം അവർ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊരു കുറ്റബോധം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഫാമിലി കാർഡാണ്, ഫൗണ്ടേഷൻ ആണ്. ഇപ്പൊ അവർ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം. നിങ്ങളിപ്പോ ഒരു മാരേജ് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള മാരേജിലേക്ക് തന്നെയാണ് ആ ഒരു വ്യക്തി തയ്യാറെടുത്ത് വരുന്നത്. എല്ലാ രീതിക്കും നിങ്ങളുടെ അടുത്ത് സോറി പറഞ്ഞ്, നിങ്ങളുടെ അടുത്ത് മാപ്പ് പറഞ്ഞ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, ഒരു അടിത്തറ രൂപീകരിച്ചിട്ട് അതിനെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളെ ഇനി ചേർത്ത് പിടിച്ച് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോവുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സെലിബ്രേഷൻ കാര്യങ്ങളിലൂടെ എങ്ങനെയാണോ സന്തോഷത്തോടുകൂടി പോയിരുന്നത് അത് ഇനിയും ആവർത്തിക്കപ്പെടണം. ആ ഒരു സെലിബ്രേഷൻ ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് വേണം. ഇനിയും നിങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പണ്ടത്തതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് നിങ്ങളുമായിട്ട് ഒരുപാട് യാത്ര ചെയ്യണം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ബിഗിനിങ് വേണം. പണ്ട് എങ്ങനെയാണോ ആ ഒരു സ്റ്റാർട്ടിങ് വന്നത്, വി ആർ ദ വേൾഡ്, അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് എത്തണം. വി ആർ ദ വേൾഡ്, അതാണ് ഫാമിലി. ഓക്കെ, ആ ഒരു ഫാമിലി ലൈഫ് ഉള്ള രീതിയിലേക്ക് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് രീതിയിലുള്ള റിലേഷൻ ആണോ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്, ഓക്കെ, ഇപ്പൊ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ മാരേജ് കഴിച്ചിട്ട് തന്നെ ഫാമിലി ആയിട്ട് മുന്നോട്ട് പോയ വ്യക്തികളാകണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഒരു ഫാമിലി പോലെ അത്രത്തോളം ഒരു ഡീപ്പ് കണക്ഷൻ ആയിട്ട് മുന്നോട്ടേക്ക് പോയവരായിരിക്കാം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് തന്നെ ഇനിയും എത്തണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അവർ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അവർക്ക് വളരെയധികം പേടി, ഭയം ഒക്കെ വരുന്നുണ്ട്. നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അവരുടെ അടുത്ത് പ്രതികരിക്കാനായിട്ട് പോകുന്നത്, ആ ഒരു ചിന്തകൾ, ആ ഒരു തോട്ട്സ് ഒക്കെ ഇവർ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ട്രൂത്ത് വന്നിട്ടുണ്ട്. അവരവരുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇപ്പോൾ തയ്യാറാവുകയാണ്. മനസ്സ് പറയുന്നത് അനുസരിച്ചിട്ട്, ഇന്നർ വോയിസ് പറയുന്നത് അനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ അവരിപ്പോൾ എന്തായാലും തയ്യാറായിട്ട് നിൽക്കുന്നത്. വെച്ചാൽ റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളുടെ അടുത്തേക്ക് വരിക. ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. കാരണം ചെയ്തത് താനാണ് തെറ്റ്, സ്വയം ചെയ്തത്. അപ്പൊ അതിന് നിങ്ങളുടെ അടുത്ത് പറയണം, അത് നിങ്ങളുടെ അടുത്ത് ഏറ്റു പറയണം. ആ ഒരു വൈബ്രേഷൻ, ആ ഒരു മൈൻഡിലാണ്, ആ ഒരു തോട്ട്സിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം.
നമുക്ക് ജെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ജി എഗൈൻ വന്നിട്ടുണ്ട്, കാസർഗോഡ് എന്ന് വന്നിട്ടുണ്ട്, ബാംഗ്ലൂർ എന്ന് വന്നിട്ടുണ്ട്, ഔട്ട്സൈഡ് കേരള എന്ന് വന്നിട്ടുണ്ട്, മാർച്ച് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളുടെയോ ആ ഒരു പേഴ്സന്റെയോ ബർത്ത് ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർച്ച് എന്ന് പറയുന്ന ഒരു മാസത്തിന് വളരെ വാല്യൂ ഉള്ള ഒരു മന്ത് ആയിരിക്കാം. കണ്ണൂര് വന്നിട്ടുണ്ട്, ലെറ്റർ എ, കോട്ടയം, വയനാട്, മെയ് മന്ത് വന്നിട്ടുണ്ട്. മേ ബി നിങ്ങൾക്കിടയിൽ കഴിഞ്ഞ മാസം ആയിരിക്കാം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മാസം നിങ്ങൾക്ക് അത്രയും വാല്യൂ ഉള്ളൊരു മന്ത് ആയിരിക്കാം. തൃശ്ശൂര് വന്നിട്ടുണ്ട്, എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എറണാകുളം വന്നിട്ടുണ്ട്, പത്തനംതിട്ട വിത്തിൻ 3 months വന്നിട്ടുണ്ട്, ഇടുക്കി, ആലപ്പുഴ വന്നിട്ടുണ്ട്, ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഡിസംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, ജൂലൈ നെക്സ്റ്റ് മന്ത് ആണ് ജൂലൈ. അപ്പോൾ നിങ്ങളുടെ വ്യക്തി മേ ബി നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്കിടയിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക. വിത്തിൻ 6 months വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം എന്ന് വന്നിട്ടുണ്ട്, ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, ക്ലൂസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കത് കമന്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് കൂടെ നമുക്ക് നോക്കാം. ഡിവൈനിൽ നിന്ന് ഏഞ്ചൽസ് നിങ്ങൾക്കായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ചിന്തകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഏഞ്ചൽസിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്? വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നൊരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമേ തന്നെ. അപ്പം വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ നടക്കാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്തോളൂ എന്ന് വന്നിട്ടുണ്ട്. റൊമാൻസ്, ഓക്കെ, റൊമാൻസ് എന്നൊരു മെസ്സേജ് ആണ് നമുക്ക് നെക്സ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രണയം വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് തന്നെ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരുന്നുകൊള്ളൂ എന്നൊരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. അബണ്ടൻസ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അബണ്ടൻസ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ ഒരു റൊമാൻസ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരു സന്തോഷവും സമൃദ്ധിയും കടന്നു വരാനായിട്ട് പോവുകയാണ്. ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. സന്തോഷകരമായ വലിയ വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളിലേക്ക് അട്രാക്ട് ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നാളെ വീണ്ടും നല്ല ഒരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.